നമ്മൾ എത്രാമത്തെ പേജ് വരെ എടുത്തിരുന്നു കഴിഞ്ഞ ആഴ്ച? പേജ് നമ്പർ അറിയോ? 43. 43. മോഷ്ടാവ് ആരാണ് എന്നാണ് കഴിഞ്ഞ ഇതിന് നമ്മൾ പഠിച്ചത്. അസാരിഖു, സാരിഖ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ. അതെന്താണ് അർത്ഥം പറഞ്ഞാട്ടെ? ഇസ്മുൻ ഒരു ഇസ്മാണ്. യദുല്ലു, അതെന്താക്കും? അറിയിക്കുന്നു. അറിയിക്കും. അലാമൻ കാമ ബിസ്സരിഖത്തി, ആരുമേൽ അറിയിക്കും? മോഷ്ടിക്കുന്നവന്റെ പേരിൽ അറിയും. മോഷണം നടത്തിയവന്റെ നടത്തുന്നത്. അലാമൻ ഒരുത്തന്റെ മേൽ അറിയിക്കും. കാമാവ് നിർവഹിച്ചിട്ടുണ്ട് ബിസ്സരിഖത്തി, മോഷണത്തെ. അപ്പൊ സാരിഖ് എന്ന് പറഞ്ഞാൽ എന്താ? മോഷണം നടത്തിയവൻ അല്ലെങ്കിൽ നടത്തുന്നവൻ. ഈ സാരിഖ് എന്നുള്ളത് മുഷ്തഖുൻ, അത് പിടിക്കപ്പെട്ടതാണ്. മിൻ സറഖ, എന്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാ? സറഖയിൽ നിന്ന് പിടിക്കപ്പെട്ടതാ. എന്ന് പറഞ്ഞാൽ എന്താ സറഖയിൽ നിന്ന് പിടിക്കപ്പെട്ടാണ് പറഞ്ഞാ? സറഖ എന്നതിന്റെ ഇസ്മു ഫായിലാണ് ഏത്? ഏത്? സാരിഖ്. അതാണാ പറയണേ. നമ്മളെ കമ്പ്യൂട്ടർ നാശിക്കണ, നന്നാക്കാൻ കൊടുത്ത, അതുകൊണ്ട് ബോഡി അല്പം ക്ലിയർ കിട്ടിക്കൊള്ളണമെന്നില്ല. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനെ കിട്ടുള്ളൂ എന്നുണ്ട്. അപ്പൊ വഹുവ, ഈ സാരിഖ് എന്നുള്ളത് മുഷ്തഖുൻ, എന്താക്കപ്പെട്ടതാണ്? പിടിക്കപ്പെട്ടതാണ്. എന്താ മീനിങ്? പിടിക്കപ്പെട്ടത്. ഇഷ്തക്ക, യഷ്തഖു, അതിന്റെ ഇസ്മു മഫ്ഊലാണ്. മുഷ്തഖ്, പിടിക്കപ്പെട്ടതാണ്. മീൻ സറക്ക, സറക്ക യസ്രിഖു എന്നതിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വയുസമ്മ, സാരിഖ് എന്ന പേര് പറയപ്പെടും. ഇസ്മ ഫായിലിൻ, എന്താ പേര് പറയാ? പറയണം. അത് ശരി, എല്ലാം ഞാൻ തന്നെ പറയണം, നിങ്ങൾക്കും പറയാ. വൈസമ്മ, അതുകൊണ്ട് സാരിഖ് എന്നതിന് പേര് പറയപ്പെടും. ഇസ്മ ഫായിലിൻ, എന്തിനാ പേര് പറയാ? ഫായില്. ലറബയിൽ നിന്ന് ലാത്തിബ്, ജലസയിൽ നിന്ന് ജാലിസ്, നദറയിൽ നിന്ന് നാദിർ. വയുസമ്മ, അതിന് പേര് പറയപ്പെടും. എന്താണ് അതിന്റെ തർക്കീബ്? യുസമ്മ, പേര്, അതിന് പേര് പറയപ്പെടും. എന്താ? പിന്നെ അതിൽ ഏതുണ്ട്? അതിന് അറിയുമ്പോ ഏതുണ്ട്? ഫായില് എന്ന് പേര് പറയും. അത് യുസമ്മ എന്നുള്ളതിന്റെ എന്തേക്കാരെന്നറിയോ? എത്രാമത്തെ മഫ്ഊലേക്കാരം? ആദ്യത്തെ മഫ്ഊലിനെ പിടിച്ചിട്ടാണ് എന്താക്കിക്കണത്? നായിബ് ഫായില്. അപ്പൊ രണ്ടാമത്തെ മഫ്ഊലാണ്. ഇതാ ഇസ്മു ഫായിലിന്റെ നിർവചനം പറയണേ, പഠിച്ചോളി. ഇസ്മുൽ ഫായില് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചവന്റെ മേൽ അറിയിക്കുന്ന ഇസ്മ എന്നാണ് അർത്ഥം. ഇതിന്റെ അർത്ഥം ഫായില് പറഞ്ഞാൽ എന്താ? പ്രവർത്തിച്ച. ഫായിലിന്റെ ഇസ്മു ഫായിലാണ് ഏത്? ഫായില്. അപ്പൊ ഇസ്മുൽ ഫായിലി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. എങ്ങനത്തെ ഇസ്മ്? മസൂഖുൻ, പിടിക്കപ്പെട്ട ഇസ്മ്. മസൂഖുൻ എന്താ മീനിങ്? പിടിക്കപ്പെട്ടത്.
എന്തിനു വേണ്ടി പിടിക്കപ്പെട്ടത്? ലിമാ ഒന്നിനു വേണ്ടി. എങ്ങനത്തെ ഒന്ന്? വഖഅ മിൻഹു ആ ഒന്നിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? സംഭവിച്ചിട്ടുണ്ട്. അൽ ഫീലു പ്രവർത്തി. അപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ ആരിൽ നിന്നാണോ പ്രവർത്തി ഉണ്ടായത് അവന്റെ മേലിൽ അറിയിക്കുന്ന നൗണിനാണ് എന്ത് എന്ന് പറയാ? ഇസ്മു ഫായില്. അതാ ഇസ്മുൽ ഫായിലിന്റെ നിർവചനാണ് പറയുന്നത്. ഇസ്മുൽ ഫായിലി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ എന്താണ്? അതെന്താണ്? ഒരു ഇസ്മാണ്. അതിന്റെ തർക്കീബ് എന്താ? ഇസ്മു എന്നുള്ളതിന്റെ തർക്കീബ് ഇസ്മുൽ ഫായിലി ഇസ്മുൻ ഒരു ഇസ്മു. ആ ഖബർ. എവിടെ മുബ്തദ ഏതാ? ഇസ്മുൽ ഫായിൽ. മുമ്പുള്ള ഇസ്മുൽ ഫായിൽ. അതിന്റെ ഖബറാണ് ഇസ്മുൻ ഒരു ഇസ്മ. എങ്ങനത്തെ ഇസ്മ? മസൂഖുൻ പിടിക്കപ്പെട്ട. അപ്പൊ അതെന്തേക്കാരാം? മസൂഖ് എന്നുള്ള പദത്തിന്റെ തർക്കീബ് എന്തേക്കാരാം? നാത്താണോ? നാത്ത് ആണോ? അല്ല, ആണ്. ആർക്ക് വേണ്ടി പിടിക്കപ്പെട്ടു? ലിമാ ഒരുത്തന് വേണ്ടി. ലിമ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുത്തന് വേണ്ടി. അല്ല, ജാർ മജ്റൂറാണ്. ജാർ മജ്റൂറുവാ, മൗസൂല മജ്റൂർ. ലിമാ ഒരുത്തന് വേണ്ടി പിടിക്കപ്പെട്ടു. എങ്ങനത്തെ ഒരുത്തനാണ്? വഖഅ മിൻഹു അവനിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അൽ ഫീലു പ്രവർത്തി. അപ്പൊ പ്രവർത്തി ആരിൽ നിന്നാണോ ഉണ്ടായിക്കണത് അവന് വേണ്ടി പിടിക്കപ്പെട്ട നൗണിനാണ് എന്തെന്ന് പറയുന്നത്? ഇസ്മു ഫായില്. അപ്പൊ അതാ അതിന് മലയാളം എന്താണ്? ആരിൽ നിന്നാണോ പ്രവർത്തി ഉണ്ടായിട്ടുള്ളത് അവന്റെ മേലിൽ അറിയിക്കുന്ന നൗണിനാണ് എന്തെന്ന് പറയാ? ഇസ്മു ഫായില്. വഖഅ മിൻഹു അവനിൽ നിന്ന് സംഭവിച്ചു. ആ നിർവചനം കാണാതെ പഠിച്ചോളി. ഇസ്മുൽ ഫായിൽ ഇസ്മുൻ മസൂൻ ലിമാ വഖഅ മിൻഹു അൽ ഫിഇലു. വഖഅ മിൻഹു അവനിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നു. അൽ ഫീലു ഫീല്. എന്താ? വഖഅ മിൻഹു അവനിൽ നിന്ന് സംഭവിച്ചു. എന്താ വഖഅന്റെ തർക്കീബ്? സംഭവിച്ചു. ഫീല് മാദി. ഫീല് മാദി. മിൻഹു അവനിൽ. ജാർ മജ്റൂർ. എന്ത് സംഭവിച്ചു? അൽ ഫിഇലു എന്ത് സംഭവിച്ചു? പ്രവർത്തി. ഫീല് എന്താ? ഫായില്. ഫീല് ഫായില്. വഖഅ ഫീല് ഫീൽ അൽ ഫീല് പറഞ്ഞ ഫായില്. വഹുവ ആ ഇസ്മു ഫായില് അലാ വസ്നി ഫായിലിൻ ഫായിലിൽ പാറ്റേണിലാണ് വരിക. 3 അക്ഷരമുള്ള വെർബിന്റെ ഇസ്മു ഫായിൽ ഏത് പാറ്റേണിലാ വരിക? ഫായിൽ പാറ്റേണിലാ വരിക. നഹ്വു ആലിം. അപ്പൊ ആലിമാരെ ഇസ്മു ഫായിലാ? ആലിമ. ജാഹില് ഇതിന്റെ ഇസ്മു ഫായിലാ? ജഹില. ദാഹിബ് ആരെ ഇസ്മു ഫായിലാ? ദഹിബ. ദഹബ. ഒരു കേൾക്കുന്നിടത്ത് ഒരേ. പിന്നെ നോക്കിക്കോളി, നിങ്ങളോട് പറയുന്ന പാഠത്തിൽ വന്ന ഇസ്മു ഫായിൽ പറയാനാണ് നമ്മൾ ഓരോന്നും പറഞ്ഞതാ. അപ്പോ ഇസ്മു ഫായിലിനെ പിടിക്കല് സാരിഖുൻ മോഷ്ടാവ്. എന്തിനാണ് മോഷ്ടിക്കപ്പെട്ടത്? സറഖ യസിരിഖു സാരിഖ്. സാരിഖ് എന്നുള്ളത് ഇസ്മു ഫായിലാണ്. അൽ ഫീലുല്ലദി ഉഷ്തുക മിൻഹു ഏതിൽ നിന്നാണ് അത് പിടിക്കപ്പെട്ടത്? സറഖ യസിരിഖു അതിൽ നിന്നാണ് ഏതിനെ പിടിച്ചിരിക്കുന്നത്? ഇസ്മു ഫായിലിനെ പിടിച്ചിട്ടുള്ളത്. അസ്മാ അൽ ഫായിലീന ഇസ്മു ഫായിലുകളെ നീ പിടിക്കണം. മിനൽ അഫ്ആലിൽ ആതിയത്തി താഴെ വരുന്ന ഫീലുകളിൽ നിന്ന് ഇസ്മു ഫായിലിനെ നീ പിടിക്ക്. സൂഗ് എന്താ അർത്ഥം? നീ പിടിക്ക്. മാദിയ മുദാരി അംറ. അംറ മാദിയ ഏതാ അറിയോ?
സാഗ പിടിച്ചു, സൂഗു പിടിക്കും. അതിന്റെ കൽപ്പനക്രിയയാണ് സൂഗ്. ഏതുപോലെ ഖാല പറഞ്ഞു, യഖുലു പറയും, ഖുൽ നീ പറയും, നീ പിടിക്ക്. എന്തിനെ? അസ്മാൽ ഫായിലീന ഇസ്മു ഫായിലുകളെ നീ പിടിക്കണം. നോക്കിക്കോളി. ഖതല യഖ്തുലു ഇസ്മു ഫായിൽ എങ്ങനെ വരിക? ഖാതിൽ. ഖാതിലുൻ. ജഹില യജ്ഹ ജഹില യജ്ഹ ജാഹില്. ജാഹിൽ. റകഉ റാക്കിഅ. റാക്കിഉ. അലിമ യഅലമു ആലിം. ആലിമ. സജദ സാജിദ്. സാജിദ്. റകിബ യർകബ് റാക്കിബ്. റാക്കിബ്. ജലസ യജ്ലിസു ജാലിസ്. ജാലിസ്. ഷഹീദ ജലസാറിനെ ഇരുന്നു എന്നാ, ഷഹീദാറിനെ സാക്ഷി ഇരുന്നു. ഷഹീദ യഷ്ഹദു എങ്ങനെ ഇസ്മുവായിൽ വരിക? ഷാഹിദ്. ലഇബ യൽഅബു കളിച്ചു. ലാഇബ്. ലാഇബ് കളിക്കാരൻ. സഅല യസ്അലു ഇസ്മുവായിൽ എങ്ങനെ വരിക? സാഇൽ. സായില്. അകല യഅകുലു തിന്നു എങ്ങനെ ഇസ്മുവായിൽ വരിക? ആക്കിൽ. ആകിലുൻ തിന്നുന്നവൻ. സേവനം ചെയ്തു. ഖദമ സേവനം ചെയ്തു. യഖ്ദിമു സേവനം ചെയ്യും. ഇസ്മുഫായിൽ എങ്ങനെ വരിക? ഖാദിമു. കരിഹ യക്റഹു കരിഹ യക്റഹു വറുത്തു തിന്നുന്നവൻ എങ്ങനെ പറയാ? കാരിഹുൻ. അകല യഅകിലു മനസ്സിലാക്കി. അകല യഅകിലു മനസ്സിലാക്കി. ആഖിലുൻ. മനസ്സിലാക്കിയവൻ. ബറഅ യബ്റഉ ഒഴിവായി. ബറഅ ഒഴിവായി. യബ്റഉ ഒഴിവാകും. ഒഴിവായവൻ എങ്ങനെ പറയാ? ബാരിഉൻ. ബാരിഉൻ ഒഴിവായവൻ. അമറ കൽപ്പിച്ചു. യഅ്മുറു കൽപ്പിക്കും. ആമിറുൻ. ആമിറുൻ. ആമിർ എന്നല്ല ആമിറുൻ എന്നാ പറയാട്ടോ. നോക്കോളി. അയ്യിൻ നീ വ്യക്തമാക്കണം. അസ്മാ അൽ ഫായിലീന ഇസ്മു ഫായിലുകളെ നീ വ്യക്തമാക്കണം. ഫീമ യലി താഴെ വരുന്നോർത്ത് ഇസ്മു ഫായിൽ ആരാണെന്ന് പറയണം. അയ്യന യുഅയ്യിനു അതിന്റെ കൽപ്പനക്രിയയാണ് ഏത്? അയ്യിൻ. അയ്യിൻ എന്താ അർത്ഥം? നീ വ്യക്തമാക്ക്. നീ വ്യക്തമാക്ക്. മൻ ഖാതിലു അലിയിൻ ആരാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്? മൻ ഖാതിലു അലിയിൻ ആരാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്? എവിടെ ഇസ്മുവായില്? ഖാതിൽ. അതേപോലെ ലാ തൻഹർ നീ വിരോധിക്കരുത്. അസ്സായില ചോദിക്കുന്നവനെ നീ എന്താക്കരുത്? വിരോധിക്കരുത്. ലാ തൻഹർ നീ വിരോധിക്കരുത്. അസ്സായില ചോദിക്കുന്നവനെ. ഏതാ ഇസ്മുഫായില്? സായില. സായില്. ഏതാ ഫീലേതാ? സഅല. സാരി യസ്അലു. യസ്അലു. നിന്റെ അടുക്കലുണ്ടോ? ഷാഹിദുൻ സാക്ഷിയുണ്ടോ? അലാമാ തഖൂലു നീ പറയുന്നതിന് നിന്റെ അടുക്കൽ സാക്ഷികളുണ്ടോ? അലദൈക നിന്റെ അടുക്കലുണ്ടോ? ഷാഹിദുൻ എന്തുണ്ടോ? സാക്ഷിയുണ്ടോ? സാക്ഷിയുണ്ടോ? അലാമാ തഖൂലു എന്തിന് നീ പറയുന്നതിന് നിന്റെ അടുക്കൽ എന്തുണ്ടോ? സാക്ഷി ഉണ്ടോ? എന്താണ് ഇതിന്റെ തർക്കീബ്? ലാ തൻഹർ എന്ന് പറഞ്ഞാൽ ലാന്റെ പേരെന്താ? അങ്ങനെയാണോ അർത്ഥം? നഹി. എന്തു പറയണം?
നഹി നഹി ജാസിം നഹി ജാസിം. തൻഹർ ഫിഇലുൻ മുളാരിഉ മുളാരിഉൻ മജ്സൂം സുകൂൻ മജ്സൂമുൻ ബി സുകൂൻ സുകൂൻ. ആ അതിനെന്തുണ്ട്? നീ വിരോധിക്കരുത് പറയുമ്പോ എന്തുണ്ട്? ഫീലുണ്ട്, ഫായിലുണ്ട് ഫായിലുണ്ട്. അപ്പൊ സായില എന്നുള്ളതിന്റെ മഫ്ഊലും ബിഹി മഫ്ഊലും ബിഹി. ഓക്കെ. അലദൈ അടുക്കലുണ്ടോ, ഷാഹിദുൻ സാക്ഷിയുണ്ടോ, അലാമാ തഖൂലു നീ പറയുന്നതിന്. അവിടെ ഷാഹിദുൻ ഏതാ ഫീല്? ഷഹദ ഷഹീദ. ഷഹീദ ഷഹീദ അതു അതിന്റെ ഇസ്മു ഫായിലാണ് ഏത്? ഷാഹിദ് ഷാഹിദുൻ. ആ സെന്റൻസിൽ ഷാഹിദ് എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? ആർക്കേലും പറയാൻ പറ്റുമോ? മുബ്തദ മുഅഖർ. കറക്റ്റ്. ജസാക്കല്ലാഹു ഖൈർ. ബാറക്കല്ലാഹു ഫീക്. ആമീൻ വഇയ്യാക. ലദൈക എന്ന് പറയുന്നത് ജാർ മജ്റൂർ, ظرഫ്, മുദാഫ്, ഖബർ മുഖദ്ദം. അവൻ അവൻ മജൂസിയാണ്. മജൂസി പറഞ്ഞ എന്താ അർത്ഥം? ഐ ആബിദുനാരിൻ, തീയിനെ തീയിനെ ആരാധിക്കുന്നവർ. അവൻ കണ്ട അവിടെ ഒരു ഇസ്മു ഫായിലുണ്ട്. ഏതാ? ആബിദ്. ആബിദ്. ഏതാ മാളി? അബദ യഅബുദു. അബദ യഅബുദു. അതിന്റെ ഇസ്മു ആബിദ്. ഞാൻ നോക്കിക്കോളീം. ദാലികർ റജുലുൽ ജാലിസു, ഇരിക്കുന്ന ആ മനുഷ്യൻ. എവിടെ ഇരിക്കുന്ന? അമാമൽ മിഹ്റാബി, മിഹ്റാബിന്റെ മുമ്പിൽ ഇരിക്കുന്ന ആ മനുഷ്യൻ. ആലിമുൻ കബീറുൻ, വലിയ പണ്ഡിതനാണ്. മിൻ അഫ്ഗാനിസ്ഥാന, എവിടുന്നുള്ള? അഫ്ഗാനിസ്ഥാനിൽ. വലിയ ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അതിൽ രണ്ട് ഇസ്മു ഫായിലുണ്ട്. ഏതൊക്കെ? ഒന്ന് ജാലിസ്, രണ്ടാമത്തെ ആലിം. ജലസ യജ്ലിസു ജാലിസ്, അലിമ യഅലമു ആലിമ. ആ ജുംലന്റെ തർക്കീബില് എങ്ങനെ പറയാ? ദാലിക റജുലുൽ ജാലിസു, ഇരിക്കുന്ന മനുഷ്യൻ. ദാലിക മുബ്തദ, മുബ്തദ, റജുലു ബദല്, ബദല്, അൽ ജാലിസു ഇരിക്കുന്നതായ. എന്താ? ഹാലൽ അല്ല ഖബർ. ഹാലിനെന്താ ഇറാബ പഠിച്ചിട്ടുണ്ട് നിങ്ങള്? അല്ല അതൊക്കെ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദാലിക റജുലു, ആ മനുഷ്യൻ. എങ്ങനത്തെ മനുഷ്യൻ? അൽ ജാലിസു ഇരിക്കുന്നവനായ. ഖബർ. അവിടെ അർത്ഥം പൂർത്തിയാക്കണം. ഇങ്ങോട്ട് മൂത്ത എന്ന ഖബർ ണ്ടേ. ആ നേരത്താണ്. അൽ ജാലിസു എന്നുള്ളത് റജുലിന് നേരത്താ. എവിടെ ഇരിക്കുന്ന? അമാമിന്റെ. അമാമ എന്നുള്ളത് എന്താ? ളർഫ്, മുദാഫ്. അൽ മീറാബി മുദാഫുൻ ഇലൈഹി. അർത്ഥം പൂർത്തിയായിട്ടില്ല. മുമ്പിൽ ഇരിക്കുന്ന ആ മനുഷ്യൻ ആലിമുൻ കബീർ, വലിയ പണ്ഡിതനാണ്. ആലിം എന്നുള്ളതാണ് ഏത്? ഖബർ. ദാലിക്കന്റെ ഖബർ അവിടെയാണ്. കബീറു നേരത്ത്. അലാഇബു ഖുറത്തി ഖദമിൻ അംത, നീ പന്ത് കളിക്കാരനാണോ? ഫുട്ബോൾ പ്ലെയർ ആണോ? അലാഇബു ഖുറത്തി ഖദമിൻ, ഫുട്ബോൾ കളിക്കാരനാണോ? അംത, നീയ്. എവിടെ ഇസ്മു ഫായില്? ലാഇബ്. ലഇബ യൽഅബു ലാഇബുൻ. ളന്നുൽ ആഖിലി, ബുദ്ധിമാന്റെ ചിന്ത. ഖൈറുൻ, അത് ഏറ്റവും ഖൈറാണ്. ബുദ്ധിമാന്റെ ഊഹം. ളന്ന് പറഞ്ഞാൽ ഊഹം. ളന്നുൽ ആഖിലി, ആരെ ഊഹം? ബുദ്ധിമാന്റെ ഊഹം. ഖൈറുൻ, അതെന്താണ്? നന്മയാണ്.
ഹൈറാണ്, ഉത്തമമാണ്. ഉത്തമമാണ്. എന്തിനേക്കാൾ? യക്കീനിൽ ജാഹിലി, വിവരമില്ലാത്തവന്റെ എന്തിനേക്കാൾ? ഉറപ്പിനേക്കാൾ. ഉറപ്പിനേക്കാൾ. ഇതിനാണ് ഉറപ്പുന്ന. വിവരമില്ലാത്തവന്റെ ഉറപ്പിനേക്കാൾ ഏറ്റവും നല്ലത് ഏതാണ്? ബുദ്ധിമാന്റെ ഏതാ? ഊഹം. അവിടെ 2 ഇസ്മു ഫായിലുണ്ട്. ഏതൊക്കെ? ആഖില്, ജാഹില്. ഫഅൽതു ദാലിക, ഞാനത് ചെയ്തു. ഏതവസ്ഥയിൽ? വാന, ഞാന് കാരിഹുൽ ലഹു, അതിനെ വെറുക്കുന്നവനാണ്. ഫഅൽതു ദാലിക, ആ കാര്യത്തെ ഞാൻ ചെയ്തു. ഏതവസ്ഥയിൽ? വാന, ഞാന് കാരിഹുൽ ലഹു, ആ പ്രവൃത്തിയെ വെറുക്കുന്നവനാണ്. അർത്ഥം നോക്കണം. ഫഅൽതു ദാലിക, ആ കാര്യം ഞാൻ ചെയ്തു. ഏതവസ്ഥയിൽ? വാന, ഞാന് കാരിഹുൻ, വെറുക്കുന്നവനാണ്. ലഹു, ആ കാര്യത്തെ. ഫഅൽതു ദാലിക എന്തൊക്കെ ഉണ്ടതില്? ഫഅല്, ഫായില്, മഫ്ഊലും ബിഹി. ഏതവസ്ഥയിൽ? വാന, ഞാന് കാരിഹുൻ, വെറുക്കുന്നവനാണ്. ലഹു, ആ കാര്യത്തെ. അന മുബ്തദ. കാരിഹുൻ ഖബർ. വാവിനൊരു പ്രത്യേക പേരുണ്ട്. എന്താ? വാവ് ഹാലി. വാവ് ഫാത്തിഹുൽ അന്ദുലിസി, സ്പെയിന് കീഴടക്കിയവൻ. ത്വാരിഖ് ബിൻ സിയാദ്, ആരാണ്? താരിഖ് ബിന് സിയാദ് ആണ് ഇതിനെ കീഴടക്കിയിരിക്കുന്നത്, സ്പെയിനിനെ. ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ കീഴടക്കിയത്. അല്ല അന്ദുലിസ്. അപ്പൊ എന്തായ അർത്ഥം? അന്ദുലിസിനെ കീഴടക്കിയാണ്. സ്പെയിനെ കീഴടക്കിയത് ത്വാരിഖ് ബിൻ സിയാദിൻ, അയാളെ പേര് സിയാദിന്റെ മകനായ ത്വാരിഖാണ്. 2 ഇസ്മു ഫായിലുണ്ട്. ഏതൊക്കെ? ഫാത്തിഹ്, ത്വാരിഖ്. ഫതഹ യഫ്തഹു എന്നുള്ളതിന്റെ ഇസ്മു ഫായില് ഫാത്തിഹ്. ത്വറഖ യത്റുഖു എന്നുള്ളതിന്റെ ഇസ്മു ഫായിലാണ് ഏത്? ഫതഹ, തുറക്കുക. അത് രണ്ടും തന്നെയല്ലേ? ഫതഹ എന്നുള്ളത് തുറന്നു. അത് തുറക്കാന് ഓപ്പൺ. ഇവിടെ തുറക്കുക എന്നല്ല അർത്ഥം, ഇവിടെ വിജയിച്ചടക്കി എന്നാണ് അർത്ഥം. അല്ലെ, രണ്ടും ഈ ഒരു വാക്ക് തന്നെയല്ലേ അത്? രണ്ടും അത് തന്നെ. ഇനി നോക്കിക്കോളി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറയുന്നു. ഖാല റസൂലുള്ളാഹി, അള്ളാന്റെ റസൂല് പറഞ്ഞു. എന്താ ഖാല റസൂലുള്ളാഹിന്റെ തർക്കീബ്? ഖാല ഫീല് റസൂല് ഫാഇല് പ്ലസ് മുളാഫ്. അല്ലാഹി മുളാഫിൻ ഇലൈഹി. ജനങ്ങൾക്ക് വരും. സമാനുൻ, ഒരു കാലം വരും. ജനങ്ങൾക്ക് ഏത് വരും? വരും. മലൻ സമാനുൻ, ഏത് വരും? ഒരു കാലം വരും. എങ്ങനത്തെ കാലമാണ്? അസ്സാബിറു ഫീഹിം, അവരിൽ ക്ഷമയുള്ളവൻ. അലാ ദീനിഹി, അവന്റെ മതത്തിന്റെ കാര്യത്തിൽ ക്ഷമിക്കുന്നവൻ. കൽ ഖാബിലി, പിടിച്ചവനെ പോലെയായിരിക്കും. അലൽ ജംബ്രി, തീക്കട്ടമ്മേൽ പിടിച്ചവനെ പോലെയായിരിക്കും. ആ മതത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഏതുപോലെ ഇക്കാരം? തീക്കട്ടമ്മേ പിടിച്ച പോലെ എന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസവും പ്രതിസന്ധിയും ഫിത്തിനിയും സമൂഹത്തിൽ ഉണ്ടാകും. ക്ഷമിച്ച് നിൽക്കണമെങ്കിൽ തന്നെ ഏതുപോലെ ആവും അത്? ആ ക്ഷമിച്ച് നിൽക്കൽ ഏതുപോലെ ഇക്കാരം? തീക്കട്ടം പിടിക്കുന്നവനെ പോലെ ഇക്കാരം. അത്രയും പ്രയാസം ഉണ്ടാവുന്ന. ശരിയാ സെന്റൻസില് സമാനം എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? മൂത്തോ അത്താ എത്തി പറഞ്ഞാൽ എന്താ? ഇസ്മാ ഫീല. അപ്പൊ എത്തി വരും. അലന്നാസി, ജനങ്ങൾക്ക് സമാനുന്നൊരു കാലം. അപ്പൊ എന്താ?
മഫൂല് അല്ല. എന്താണ് ബദല് നിങ്ങളുടെ ഫായിൽ എവിടെ എന്നാ ഒരു ഫീല് വന്ന ഫായിൽ എവിടെയെന്ന് അറിഞ്ഞൂടെ? എഴുത്തി അലന്നാസി ജനങ്ങൾക്ക് വരും. എന്താണ് വരുന്നത്? സമാനിന് ഒരു കാലം. എന്താ ഫായില്. ഇവിടെ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്? ബദല്. ശരി, അവിടെ രണ്ട് ഇസ്മു ഫായിൽ ഉണ്ടായില്. ഏതാ രണ്ട് ഇസ്മു ഫായില്? ഒന്ന് സാബിറും സാബിർ, രണ്ടാമത്തതോ സാബിറും സാബിർ. കബില യഖ്ബലു, സാബിർ സബറ യസ്ബിറു സാബിർ, ഖബല യഖ്ബിലു ഖാബിൽ. ഇനി നോക്കിക്കോടി, അള്ളാഹ് പറയാണ് യുരീദൂന, അവരുദ്ദേശിക്കുന്നു, അയ്യഖ്റുജു, പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു, മിനന്നാരി, നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു. ഏതവസ്ഥയിൽ? വമാഹും, അവരല്ല, ബിഖാരിജീന, പുറത്തേക്ക് വരുന്നവരല്ല, മിൻഹ, ആ നരകത്തിൽ നിന്ന്, വലഹും, അവർക്കുണ്ട്, അദാബും മുഖീം, ശാശ്വതമായ ശിക്ഷയുണ്ട്. അവിടെ എവിടെ ഇസ്മു ഫായിൽ എവിടെ അറിയോ? ആ, അതിലൊരു ഇസ്മു ഫായിൽ ഉണ്ട്. ഏതാ? ഇസ്മു ഫായിൽ മുഫ്രദല്ല, ഫായിലിന്റെ ബഹുവചനാണ്. ഇസ്മു ഫായിൽ മുഫ്രദല്ല. ആ, ഏതാ? പറഞ്ഞോളി. ഹാരിജീന. ഖറജന്റെ ഇസ്മു ഫായിലാണ് ഏത്? ഹാരിജ്. ഹാരിജി എന്നുള്ളത് ജമ്മാണ്. ഏത്? അവിടെ എന്തുകൊണ്ടാ ഹാരിജീന എന്ന് പറഞ്ഞിരുന്ന? ഹാരിജൂന എന്ന് പറയാതെ ഹാരിജീന എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? വമാഹും, അവരല്ല, ബിഹാരിജീന, പുറത്തേക്ക് വരുന്നവരല്ല. എന്തുകൊണ്ടാ ഹാരിജീന എന്ന് പറഞ്ഞത്? അതിനെന്താ ഹാരിജൂന, ഹാരിജീനക്ക് അറബീന എന്താ പേര് പറയാ? സൈദൂന, സൈദീന, എന്താ പേര്? മുദക്കർ സാലിമ. എന്തുകൊണ്ടാ റഫഅ? വാവുകൊണ്ട്. ജറുൻ നസ്ബ് എന്തുകൊണ്ടാ? യാവുകൊണ്ട്. ഹാരിജീന എന്ന് പറഞ്ഞ എന്താ? ജാറായിട്ട് മജ്റൂറാണ്. ബിഹാരിജീന ബാർഫ് ജാറ, ഖാരിജീന മജ്റൂറും ബിൽ യാഇ, ജമ്മു മുദക്കർ സാലിമാണ്. പിന്നെ അപ്പോ സാരിഖ് എന്നുള്ളതിന്റെ നിർവചനം നമ്മൾ പഠിച്ചു. സാരിഖ് എന്നുള്ളത് ഏതാണ്? ഇസ്മ്. സാരിഖ് എന്നുള്ളത് എന്താണ്? സറഖ യസിരിഖു എന്നതിന്റെ ഇസ്മു ഫായിലാണ് സാരിഖ്. ഇനി പഠിപ്പിക്കാൻ പോണത് ഇസ്മു മഫൂലാണ്. ഖാതിബ്, മക്തൂബ്, നാസിർ, മൻസൂർ, പിന്നെ ആക്കില്, ഇസ്മു മഫ്ഊല്, മഫ്ഊൽ പാറ്റേണിലാ വരിക. ഇസ്മു മഫ്ഊൽ ഏത് പാറ്റേണിലാ വരിക? മഫ്ഊൽ പാറ്റേൺ. ഇസ്മു മഫ്ഊല്, മഫ്ഊൽ പാറ്റേൺ. അപ്പൊ ലാരിബിന്റെ ഇസ്മു മഫ്ഊൽ എങ്ങനെ വരിക? മഗ്ലൂബ്. മദ്റൂബ്. അതാ പറയണത്. ഇതൊക്കെ ഒന്ന് പഠിച്ചോളോണ്ടി, തൊള്ളൊളിച്ചിരിക്കണ്ട.
മൂന്നക്ഷരമുള്ള ഫീലിന്റെ ഇസ്മു ഫായില് പാറ്റേൺ ആണ്. അതിന്റെ ഇസ്മു മഫൂല് ഏത് പാറ്റേൺ ആണ്? മഫൂല് പാറ്റേണേക്കാരം. മോഷ്ടിച്ചവൻ. ഓ എന്താ കട്ടത്? അതിനാണ് എന്ത് എന്ന് പറയാ? മസ്റൂഖ്, മോഷ്ടിക്കപ്പെട്ടത്. ലാരിബ് മദറൂബ്, അടിച്ചോന് ലാരിബ്, അടി കിട്ടിയോനാണ് എന്ത് എന്ന് പറയാ? അടി കിട്ടിയോനാണ് എന്ത് എന്ന് പറയാ? മദറൂബ്. അതേപോലെ സാരിക്ക് ഇസ്മു ഫായില്, മസ്റൂഖ് ഇസ്മു മഫൂല്. അതാ മസ്റൂഖ് എന്നുള്ളത് ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യദുല്ലു, അതറിയിക്കും. അലാമ വഖഅത്ത് അലൈഹി, ഏതിന്റെ മേലിലാണോ മോഷണം സംഭവിച്ചിരിക്കുന്നത് അതിനാണ് മസ്റൂഖ് എന്ന് പറയുക. അപ്പൊ വാച്ച് മോഷ്ടിച്ചാൽ ഏതാ മസ്റൂഖ്? ഏതാ മസ്റൂഖ്? വാച്ച്. അപ്പൊ ഈ മോഷണം ഏതൊന്നിന്റെ മേലിലാണോ സംഭവിക്കുന്നത് അതിനാണ് എന്ത് എന്ന് പറയുന്നത്? ഇസ്മ് മഫ്ഊല് എന്ന് പറയുന്നത്. ഏതുപോലെ പ്രവൃത്തി ആരിൽ നിന്നോ അവൻ എന്ത് എന്ന് പറയും? പ്രവൃത്തി ആരിൽ നിന്നുണ്ടായോ ആ പ്രവൃത്തി ആരുടെ മേലിൽ സംഭവിച്ചുവോ അവനുള്ള പേരാണ് ഏത്? ഇസ്മ് മഫ്ഊല്. ഇപ്പൊ മസ്റൂഖുൻ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യദുല്ലു, അതെന്താക്കും? അറിയിക്കും. ദല്ല അറിയിക്കും. എന്തിന്റെ മേൽ അറിയിക്കും? അലാമ വഖഅത്ത് അലൈഹി സരിഖത്തു, ഏതൊന്നിന്റെ മേലിലാണോ മോഷണം സംഭവിച്ചത് അതിന്റെ മേൽ അറിയിക്കണീനാണ് മസ്റൂഖ് എന്ന് പറയാ. ഇവ സ്വർണം മോഷ്ടിച്ചാൽ എന്തേക്കാരം മസ്റൂഖ്? സ്വർണം. ഇപ്പൊ ഹാമിദാണ് അടിക്കണോന്, സെയ്ദിനാണ് അടി കിട്ടണത്. അപ്പൊ ആരാ ഇസ്മു ഫായിൽ, ആരാ ഇസ്മു മഫൂല്? അടിക്കണ ആള് ഹാമിദും അടി കൊള്ളണ ആള് സെയ്ദും. അപ്പൊ ആരാ ഇസ്മു മഫൂല്? സെയ്ദ്. അതാണ് പറയുന്നത് മസ്റൂഖുൻ എന്നുള്ളത് ഇസ്മുൻ, അതൊരു ഇസ്മാണ്. യദുല്ലു, അതറിയിക്കും. ഏതിന്റെ മേൽ അറിയിക്കും? അലാമ വഖഅത്ത് അലൈഹി സരിഖത്തു, ഏതൊന്നിന്റെ മേലിലാണോ മോഷണം സംഭവിച്ചത് അതിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മിനാണ് എന്ത് എന്ന് പറയുന്നത്? മസ്റൂഖ് എന്ന് പറയാ. എന്താ അർത്ഥം? ഇസ്മുൻ, അതെന്താണ്? എന്താണത്? ഇസ്മുൻ. എന്താ അർത്ഥം? ഇസ്മാണ്. യദുല്ലു, എന്താക്കും? അത് അറിയിക്കും. അലാമ വഖഅത്ത്, വഖാറിനെ സംഭവിക്കുക. വഖഅത്ത് അലൈഹി സരിഖത്തു, ഏതൊന്നിന്റെ മേലിലാണോ മോഷണം സംഭവിച്ചിട്ടുള്ളത് അതിന്റെ മേൽ അറിയിക്കുന്ന നൗണിനാണ് മസ്റൂഖ് എന്ന് പറയുക. അപ്പൊ പേന കട്ടാൽ പേനയാണ് മസ്റൂഖ്. വഖഅ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക എന്നാ. അപ്പൊ എന്താ അർത്ഥം? യദുല്ലു, അത് അറിയിക്കും. അലാമ, ഒന്നിന്റെ മേൽ. അലാമ എന്താ അർത്ഥം? ഒന്നിന്റെ മേൽ. വഖഅ, ആ ഒന്നിന്റെ മേലിൽ സംഭവിച്ചിട്ടുണ്ട്. അസ്സരിഖത്തു, എന്ത് സംഭവിച്ചിട്ടുണ്ട്? മോഷണം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ മസ്റൂഖ് പറഞ്ഞാൽ എന്താ? മോഷണം. ഏതൊന്നിന്റെ മേലിലാണോ ഏത് നടന്നിക്കണത് മോഷണം സംഭവിച്ചിട്ട് അതിന്റെ മേൽ അറിയിക്കണ ഇസ്മിനാണ് എന്ത് എന്ന് പറയുന്നത്? മസ്റൂഖ് എന്ന് പറയുന്നത്. ഇസ്മു ഫായില് സാരിക്ക് എന്നുള്ളതിന് എന്തിനെ പിടിച്ചിരുന്നത്? സാരിക്ക് എന്നുള്ളത് ഏത് ഫീലിനാ പിടിച്ചത്? എന്നാ ഇസ്മു മഫൂലിനെ പിടിക്കണത് മജൂലിനാ പിടിക്കുക. സറക്കി നല്ല പിടിക്കുക. സറക്കന്റെ മജൂൽ ഏതാ? അപ്പൊ ഇസ്മു മഫൂലിനെ എന്തിൽ നിന്നാണ് പിടിക്കുക? മജൂലിൽ നിന്നാ പിടിക്കുക.
ഇസ്മു ഫായിലിനെ മഅറൂഫിൽ നിന്നാ പിടിക്കുക. സറക്കയിൽ നിന്ന് സാരിക്ക്, സുരിഖയിൽ നിന്ന് ഏത് മസ്റൂഖ് മസ്റൂഖ് അതാ പറയണേ. വഹുവ ഈ മസ്റൂഖ് എന്നുള്ളത് മുസ്തഖ് മിൻ സുരിഖ, ഏതിൽ നിന്ന് പിടിക്കപ്പെട്ടതാ? വഹുവ ഈ മസ്റൂഖ് മുസ്തഖ്, അത് പിടിക്കപ്പെട്ടതാണ്. മിൻ സുരിഖ, എന്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാ? സുരിക്കയിൽ നിന്ന്. ഒരു കാര്യം മനസ്സിലായി. മജ്ഹൂൽ മജ്ഹൂലിൽ നിന്നാണ് ഏത് പിടിക്കുക? സുരിക്ക. ഇസ്മു മഫ്ഊൽ. സുരിക്കാനല്ല, മജ്ഹൂലിൽ നിന്നാണ് ഏതിനെ പിടിക്കേണ്ടത്? ഇസ്മേ മഫൂലിനെ പിടിക്കണ്ടേ വേണ്ടത്. ഇസ്മു ഫായിലിനെ പിടിക്കേണ്ടതോ മഅറൂഫ് എന്നാ. സറക്ക എന്നാ മഅറൂഫ, കർത്താവിന് അറിയപ്പെട്ടതാ. അതിൽ നിന്നാണ് ഇസ്മു ഫായിലിനെ പിടിക്കുക. സുരിക്കാരന് കർത്താവിന് അറിയപ്പെടാത്തതാ, അതിൽ നിന്നാണ് ഇതിനെ പിടിക്കുക. ഇസ്മേ മഫൂലിനെ പിടിക്കും. ഈ മസ്റൂഖിന് പേര് പറയപ്പെടും ഇസ്മ മഫ്ഊലിൻ. എന്താർത്ഥം? ഇസ്മു മഫ്ഊലിന് പേര് പറയപ്പെടും. ഇനി അതാ നിർവചനം പറയണേ. ഇസ്മു ഫായിലിന്റെ നിർവചനം നമ്മൾ പഠിച്ചു. എന്താ ഇസ്മു ഫായിലിന്റെ നിർവചനം? ഇസ്മുൽ ഫായിലി ഇസ്മുൻ മസൂഖുൻ ലിമാ വഖഅ മിൻഹു അൽ ഫിഅലു. ആരിൽ നിന്നാണോ പ്രവൃത്തി ഉണ്ടാകുന്നത് അവന്റെ മേലിൽ അറിയിക്കാൻ വേണ്ടി പിടിക്കപ്പെട്ട ഇസ്മ. ഇനി നോക്കിക്കോളെ, ഇസ്മു മഫ്ഊല്. ഇസ്മുൽ മഫ്ഊലി, ഇസ്മു മഫ്ഊല് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മസൂഖുൻ. എന്താ അർത്ഥം? ഇസ്മുൻ മസൂഖുൻ. ഇസ്മുൻ ഇസ്മാണ്. എങ്ങനത്തെ ഇസ്മു? മസൂഖ്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ, മുമ്പ് പറഞ്ഞല്ല അത്. അപ്പൊ നിങ്ങൾ ഈ സാധനം ഒന്നും എഴുതി വെക്കണില്ല, വെറുതെ അങ്ങനെ തൊള്ളൊഴിച്ചിരിക്കുക. എന്താ ഞാൻ മസൂഖ് എന്ന് പറഞ്ഞ ഇസ്മു ഫായിലിന്റെ അവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്താ മസൂഖ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? പിടിക്കപ്പെടണം. തൊള്ളൊഴിച്ചങ്ങനെ ഇരിക്കും, പേനയും കടലാസും ഒന്നുമില്ല. എന്താ വയലേക്ക? അതാ ഇസ്മുൽ മഫ്ഊല്. ഇസ്മു മഫ്ഊല് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്. എങ്ങനത്തെ ഇസ്മു? മസൂഖുൻ, പിടിക്കപ്പെട്ട ഇസ്മ്. മിനൽ ഫിഇലിൽ മബ്നിയിൽ മജ്ഹൂലിനു വേണ്ടി എടുക്കപ്പെട്ട ഫീലിൽ നിന്ന്. ആർക്കു വേണ്ടി എടുക്കപ്പെട്ട? മജ്ഹൂലിനു വേണ്ടി എടുക്കപ്പെട്ട ഫീലിൽ നിന്ന് പിടിക്കപ്പെട്ട ഇസ്മാണ് ഇസ്മു മഫ്ഊല്. അപ്പൊ ഇസ്മുൽ മഫ്ഊലി, ഇസ്മു മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മസൂഖുൻ. എന്താ അർത്ഥം? പിടിക്കപ്പെട്ട. എന്തിൽ നിന്ന് പിടിക്കപ്പെട്ടു? മിനൽ ഫിഇലിൽ മബ്നിയിൽ മജ്ഹൂലി. ഏത് ഫീലിൽ നിന്ന്? മജ്ഹൂലിനു വേണ്ടി എടുക്കപ്പെട്ട. ലിൽ മബ്നി എന്ന് പറഞ്ഞാൽ എടുക്കപ്പെട്ടത്. ലിൽ മജ്ഹൂലിനെ മജ്ഹൂൽ. എന്താ അർത്ഥം? മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ട ഫീലിൽ നിന്ന് പിടിക്കപ്പെട്ട ഇസ്മാണ് ഇസ്മു മഫ്ഊല്. എന്തിനാണ് അതിനെ പിടിക്കണത്? ലിദ്ദലാലത്തി, അറിയിക്കാൻ വേണ്ടി. അലാമ വഖഅ അലൈഹിൽ ഫിഅലു, ആരുടെ മേലിലാണോ പ്രവൃത്തി സംഭവിച്ചത് അവന്റെ മേൽ അറിയിക്കാൻ വേണ്ടി. എന്താ ലിദ്ദലാലത്തി ആണ്? എന്താ അർത്ഥം? അറിയിക്കാൻ വേണ്ടി. അലാമ ഫിഅലു. എന്താ അർത്ഥം? ആരുടെ മേലിലാണോ പ്രവൃത്തി എന്താക്കിയത്? വഖഅ, സംഭവിച്ചു. അൽ ഫീലു, എന്താ? ആരുടെ മേലിലാണോ എന്ത് സംഭവിച്ചത്? പ്രവൃത്തി സംഭവിച്ചത്. ആരുടെ മേലിലാണോ പ്രവൃത്തി സംഭവിച്ചത് അതിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി മജ്ഹൂലിൽ നിന്ന് പിടിക്കപ്പെട്ട. അവന്റെ ഇസ്മു ഫായിൽ ഇരുന്നത്
ഇവിടെ പറഞ്ഞത് ആരുടെ മേലിലാണോ പ്രവൃത്തി സംഭവിച്ചത് അതിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി. അപ്പൊ ഇസ്മു ഫായിൽ എന്തേനി? അപ്പൊ ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊൽ ആരിൽ നിന്നാണോ പ്രവൃത്തി ഉണ്ടായത്, അതാണ് ഇസ്മു ഫായില്. ആരിൽ നിന്നാണോ പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത് അതാണ് ഇസ്മു ഫായില്. ആ പ്രവൃത്തി ആരുടെ മേലിൽ സംഭവിച്ചതാണോ അതാണ് ഇസ്മു മഫ്ഊൽ. അറിയിക്കാൻ വേണ്ടി പിടിക്കപ്പെട്ട ഇസ്മിനാണ് എന്ത് എന്ന് പറയുന്നത്? ഇസ്മു മഫ്ഊൽ അറിയാം. ഇസ്മു മഫ്ഊല് അലാ വസിനി മഫ്ഊലിൻ ഏത് പാറ്റേണിലാ വരിക? മഫൂൽ പാറ്റേൺ. മഫ്ഊൽ പാറ്റേൺ. ഫീല് സുലാസിയിൽ മുജറദി 3 അക്ഷരമുള്ള ഫീലിന്റെ ഇസ്മു മഫ്ഊൽ എങ്ങനെ വരേണ്ടത്? മഫ്ഊൽ പാറ്റേൺ. മിനൽ ഫീലി സുലാസി പറഞ്ഞാൽ എന്താ? എത്രയുള്ള ഫീല്? 3 അക്ഷരം. അക്ഷരം. അപ്പൊ പഠിച്ചു വെക്ക. 3 അക്ഷരമുള്ള ഇസ്മു ഫീലിന്റെ ഇസ്മു ഫായില് ഏത് പാറ്റേണാ വരിക? ഇസ്മു ഫായില് ഫായിൽ പാറ്റേൺ. മഫ്ഊൽ ഏത് പാറ്റേണിലാ വരിക? മഫൂൽ പാറ്റേൺ. പാറ്റേൺ. മഫ്ഊൽ പാറ്റേൺ. ഇസ്മു ഫായിലിനെ പിടിക്കണത് മഅറൂഫ് എന്നാണ്. ഇസ്മു മഫ്ഊലിനെ പിടിക്കണതോ മജ്ഹൂലിൽ. മജ്ഹൂൽ. സാരിക്ക് സുരിഖയിൽ നിന്നാണ് ആരെ പിടിക്കണത്? മസ്റൂഖിന്. മസ്റൂഖ്. ഇസ്മു ഫായിലിനെ മഅറൂഫായ ഫീലിൽ നിന്നാണ് പിടിക്കുക. മഅറൂഫ് പറഞ്ഞാൽ എന്താ? കർത്താവിനെ അറിയുന്നത്, അറിയപ്പെട്ടത്. അപ്പൊ കർത്താവിനെ അറിയപ്പെട്ട മഅറൂഫ് ഇസ്മു ഫായിലിനെ പിടിക്കുക. കർത്താവിനെ അറിയപ്പെടാത്ത മജ്ഹൂലിൽ നിന്നാണ് ഏതിനെ പിടിക്കുക? ഇസ്മു മഫ്ഊലിനെ പിടിക്കുക. പിന്നെ ഇസ്മു മഫ്ഊല് മക്തൂബ് ഏന്ന് പിടിക്കപ്പെട്ടതാണ്? യുക്തബു. മറ്റേത് കാത്തിബിനെ ഏതിൽ നിന്ന് പിടിച്ചതേനി? ഖതബ യക്തുബു. യക്തുബു. ഇത് മജ്ഹൂലിനെ ഏതിൽ നിന്ന് പിടിക്കപ്പെട്ട? യുക്തബു. ഇനി നോക്കിക്കോളി. കുത്തില ഇസ്മു മഫ്ഊൽ എങ്ങനെ വരിക? കുത്തില മഖ്തൂൽ. 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 ഉലിമ ഇസ്മു മഫ്ഊല് മഅലൂമുൻ. മാലൂമുൻ. ഇതൊക്കെ സെക്കൻഡ് വെച്ച് പറയേണ്ടതാ. മറുപടി ഇങ്ങനെ പറയാൻ 10 മിനിറ്റ് എടുക്കണ്. സുഇല ചോദിക്കപ്പെട്ടു. ഇസ്മു മഫ്ഊൽ എങ്ങനെ വരിക? മസ്ഊലുൻ. മസ്ഊൽ. മസ്ഊൽ. ചോദിക്കപ്പെട്ടു. ശുരിബ കുടിക്കപ്പെട്ടു. ഇസ്മു മഫ്ഊൽ എങ്ങനെ വരിക? മശ്റൂബൻ. ശുറൂബുൻ. കുരിഅ വായിക്കപ്പെട്ടു. എങ്ങനെ വായിക്കപ്പെട്ട പറയാ? മക്റൂൻ. ഇതാ കാണപ്പെട്ടു. കാണപ്പെട്ട പറയാ? മൗജൂദ്. കുസിറ പൊട്ടി. എങ്ങനെ ഇസ്മു മഫ്ഊൽ മക്സൂറുൻ. ഉലിദ പ്പെട്ടു. മൗലൂദുൻ. അപ്പൊ മൗലൂദുൻ. ആ മൗലൂദുൻ. മൗലൂദുൻ അല്ലേ? മൗലൂദുൻ. കുരിഹ മക്റൂൻ. മക്റൂഹൻ. ഉക്കില ഉക്കില മഅകൂലുൻ. മഅകൂൽ. ദുഫിന മാടപ്പെട്ടു. മദ്ഫൂനുൻ. കുസില കുളിപ്പി. മഗ്സൂലുൻ. മഗ്സൂലുൻ. കുലിക മഖ്ലൂഖുൻ. മഖ്ലൂഖുൻ. കുസില മഫ്സൂലുൻ. മഫ്സൂലുൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. Let your mom see your internet search history.
ക്ലാസ് കഴിഞ്ഞില്ലേ? Oh no. Better to go to the city quickly.